സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കേരളം കത്തിനിൽക്കുമ്പോൾ മറ്റൊരു ദാരുണ കൊലയുടെ 48ാം വാർഷികമാണ് ഇന്ന്. അതായത് മാർച്ച് 2. രാജൻ കേസ് കേരളം ഒരിക്കലും മറക്കില്ല. ഈച്ചര വാര്യർ എന്ന പിതാവിനെയും മലയാളി മറക്കില്ല. കേരളത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് നടന്നത് സമാനതകളില്ലാത്ത പോലീസ് ക്രൂരതകളാണ്. ഒരച്ഛൻ്റെ വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിൻ്റെ മരിക്കാത്ത ഓർമ്മകളുടെ 48ാം വാർഷികമാണ് മാർച്ച് 2-ന്. രാജൻ കേസുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകൾ ഇന്നും നിലനിൽക്കുന്നു. പോലീസിനെതിരെ പോലീസ് നടത്തിയ അന്വേഷണം എന്ന അപൂർവതയും രാജൻ കേസിനുണ്ട്. ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ കരുണാകരന് ഈ കേസിലുണ്ടായിരുന്ന പങ്ക് എന്തായിരുന്നു? കുപ്രസിദ്ധമായ കക്കയം ക്യാമ്പ് തുടങ്ങാൻ കാരണമെന്തായിരുന്നു? പിണറായി വിജയൻ മുതൽ ജയറാം പടിക്കൽ വരെ ഉള്ളവർക്ക് ഈ കേസിൽ എന്തായിരുന്നു ബന്ധം? തുടങ്ങി 100 ചോദ്യങ്ങൾ. ഒന്നിനും ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. കെ കരുണാകരൻ എന്ന രാഷ്ട്രീയ ചാണക്യനെ അധികാര കസേരയിൽ നിന്ന് തള്ളി താഴെയിട്ട സംഭവം. ഇന്നും കേരളത്തിൻ്റെ യുവത്വത്തിനിടയിൽ പ്രതിഷേധമായി ഇരമ്പുന്ന രാജൻ കേസ് ഇങ്ങനെ. 1976 മാർച്ച് 1-ാം തീയതിയാണ് കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് രാജനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഫെബ്രുവരി 28-ന് നടന്ന കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ രാജന് പങ്കുണ്ടെന്നാരോപിച്ച് പോലീസ് രാജനെ കസ്റ്റഡിയിലെടുത്തത്. നക്സലൈറ്റുകൾ കായണ്ണ സ്റ്റേഷൻ ആക്രമിച്ച് പോലീസിന്റെ ആയുധങ്ങൾ കൈക്കലാക്കി രക്ഷപ്പെടുന്നതിനിടെ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ആരോ രാജ ഓടിക്കോ എന്ന് പറഞ്ഞത് കേട്ടാണ് രാജനെ അന്വേഷിച്ച് പോലീസ് വന്നത്. അന്ന് കസ്റ്റഡിയിലെടുത്ത് കക്കയം ക്യാമ്പിലെത്തിച്ചവരിൽ രാജൻ എന്ന് പേരുള്ള 1-ലധികം ആളുകൾ ഉണ്ടായിരുന്നുവെന്ന് രാജനൊപ്പം കസ്റ്റഡിയിൽ കഴിഞ്ഞവർ പറയുന്നു. കോഴിക്കോട് സർവകലാശാലയിൽ ധനതത്വശാസ്ത്രത്തിൽ ഗവേഷണം ചെയ്തിരുന്ന എബ്രഹാം ബെൻഹറും കെ വേണുവും ഉൾപ്പെടെയുള്ളവർ രാജനൊപ്പം കക്കയം ക്യാമ്പിൽ കസ്റ്റഡിയിലുണ്ടായിരുന്നു. ആകെ 200ഓളം ആളുകളെ കസ്റ്റഡിയിലെടുത്തതായാണ് പറയപ്പെടുന്നത്. അതിൽ ഭൂരിഭാഗം പേരും കായണ്ണ, കൂരാച്ചുണ്ട്, കക്കയം, ചാത്തമംഗലം പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ്. കേസിന്റെ അന്വേഷണ ചുമതല DIG ജയറാം പടിക്കലിനായിരുന്നു. കക്കയം ക്യാമ്പിന്റെ ചുമതലയും പടിക്കലിന് തന്നെ. മാർച്ച് 1-ന് കസ്റ്റഡിയിലെടുത്ത രാജനെ ചോദ്യം ചെയ്തത് പുലിക്കോടൻ നാരായണൻ എന്ന ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു. രാജനൊപ്പം കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് വാഹന വ്യാപാര സ്ഥാപനമായ പോപ്പുലറിന്റെ പങ്കാളികളിൽ ഒരാളായ പോൾ ചാലിയുടെ മകൻ ജോസഫ് ചാലി. ക്യാമ്പസിൽ നിന്ന് വിദ്യാർത്ഥികളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നറിഞ്ഞ് കോളേജ് പ്രിൻസിപ്പൽ KM ബഹാവുദ്ദീനും അധ്യാപകനായ KK അബ്ദുൾ ഗഫൂറും കക്കയം ക്യാമ്പിലെത്തിയിരുന്നു. എന്നാൽ അവിടെ ജോസഫ് ചാലിയെ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂവെന്നും രാജൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നും അവർ സാക്ഷ്യപ്പെടുത്തുന്നു. രാജൻ അവിടെ നിന്നും ഓടിപ്പോയതാണെന്നാണ് DIG ജയറാം പടിക്കൽ അധ്യാപകരോട് പറഞ്ഞത്. രാജ്യത്തെമ്പാടും ഇന്ദിരാഗാന്ധി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ പോലീസ് രാജ് നടപ്പാക്കുകയും വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലാതാക്കപ്പെടുകയും ചെയ്യപ്പെട്ട കാലത്ത് സർക്കാരിനെതിരെ രംഗത്തെത്തിയ നക്സലൈറ്റുകളെ പിടിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കക്കയത്തും ശാസ്തമംഗലത്തും പോലീസ് ക്യാമ്പുകൾ ആരംഭിച്ചത്. കക്കയം ക്യാമ്പിൽ മലബാർ സ്പെഷ്യൽ പോലീസിനെ ആയിരുന്നു വിന്യസിച്ചിരുന്നത്. കക്കയം ക്യാമ്പിൽ എത്തിച്ചവരെ ചോദ്യം ചെയ്ത സബ് ഇൻസ്പെക്ടർ പുലിക്കോടൻ നാരായണന്റെയും സംഘത്തിന്റെയും ക്രൂരമർദ്ദനവും ഉരുട്ടലും കാരണമാണ് രാജൻ കൊല്ലപ്പെട്ടതെന്നാണ് അന്ന് കൂടെ കസ്റ്റഡിയിലുണ്ടായിരുന്നവർ പുറത്തുവിട്ട വിവരങ്ങൾ. പുലിക്കോടൻ നാരായണനൊപ്പം വേലായുധൻ, ജയരാജൻ, ലോറൻസ് എന്നീ പോലീസുകാരും ചേർന്നാണ് രാജനെ കൊലപ്പെടുത്തിയതെന്നാണ് പിന്നീട് പുറത്തുവന്ന വിവരം. ബീരാൻ എന്ന പോലീസുകാരൻ രാജന്റെ ശബ്ദം പുറത്തു വരാതിരിക്കാൻ തുണി ഉപയോഗിച്ച് വായ അടച്ചു പിടിക്കുകയായിരുന്നുവെന്നും കുറച്ചു സമയം കഴിഞ്ഞ് പ്രതികരിക്കാതായ രാജൻ മരിച്ചെന്ന് മനസ്സിലാക്കി അവർ ഉരുട്ടുന്നത് നിർത്തിയെന്നും സഹതടവുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. രാജൻ മരിച്ചതായി മനസ്സിലാക്കിയതോടെ രാജന്റെ മൃതദേഹം പോലീസ് ജീപ്പിൽ മറ്റെങ്ങോട്ടോ കൊണ്ടുപോയി എന്നും കസ്റ്റഡിയിലുണ്ടായിരുന്ന മറ്റുള്ളവർ പറയുന്നു. പിന്നീട് രാജന്റെ മൃതദേഹം പോലും പുറം ലോകം കണ്ടിട്ടില്ല. രാജന്റെ മൃതദേഹം ഒരിക്കലും കണ്ടെത്താതിരിക്കാൻ വയറ് കീറി കുറ്റ്യാടി പുഴയിലേക്കിട്ടു എന്നും അതല്ല പഞ്ചസാരയിട്ട് പൂർണ്ണമായി കത്തിച്ചു കളഞ്ഞുവെന്നും അതുമല്ല മൃതദേഹം കക്കയം ഡാമിനടുത്ത് ഉരക്കുഴി വെള്ളച്ചാട്ടത്തിനരികിൽ കുഴിച്ചിട്ടുവെന്നും ശേഷം പുറത്തെടുത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അവശിഷ്ടം വെള്ളച്ചാട്ടത്തിൽ ഒഴുകിക്കളഞ്ഞെന്നുമെല്ലാമുള്ള വെളിപ്പെടുത്തലുകളും വാദങ്ങളും ഒക്കെയുണ്ട്. എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിൽ കരാർ അടിസ്ഥാനത്തിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ബെന്നി എന്ന വ്യക്തി നടത്തിയ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടിയുണ്ട്. രാജന്റെ മൃതദേഹം മുള കരയ്ക്കും പോലെ അരച്ച് പന്നികൾക്ക് തീറ്റയായി നൽകിയെന്നായിരുന്നു
ആ പോലീസ് ഡ്രൈവറുടെ വെളിപ്പെടുത്തൽ. മരണശേഷം ഐസ് ചേംബറിൽ സൂക്ഷിച്ച മൃതദേഹം ഇത്തരത്തിൽ പന്നികൾക്ക് തീറ്റയായി കൊടുത്തത് തെളിവുകളൊന്നും ലഭിക്കരുതെന്ന ഉദ്ദേശത്തിലാണെന്നും ഇദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്.